നമസ്കാരം, എല്ലാവർക്കും വേ ടു PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയുന്നത് കഴിഞ്ഞ 2023 നടന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് നോക്കിപ്പോയാൽ ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിനെല്ലാം നമുക്കിത് കുറച്ചും കൂടി എളുപ്പമാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കിന്ന് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1. വാസ്കോഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയ വർഷം? അത് 1498 ഉത്തരം ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ 2. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ശ്രീലങ്കപട്ടണം ഉടമ്പടി. ക്വസ്റ്റ്യൻ 3. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ഉത്തരം ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. ക്വസ്റ്റ്യൻ 4. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, കെ കേളപ്പൻ. ക്വസ്റ്റ്യൻ 5. ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് ഇതാണ് ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിൻ്റെ ചുവരുകളിലാണ് കൊത്തിവെച്ചിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, ദിവാനി ഖാസ്, ഡൽഹി. ക്വസ്റ്റ്യൻ 6. ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, വിവേകാനന്ദൻ. ക്വസ്റ്റ്യൻ 7. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ദാദാബായ് നവറോജി. ക്വസ്റ്റ്യൻ 8. ബാസ്റ്റലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, ഫ്രഞ്ച് വിപ്ലവം. ക്വസ്റ്റ്യൻ 9. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ഫസൽ അലി. ക്വസ്റ്റ്യൻ 10. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു. ഉത്തരം ഓപ്ഷൻ എ, ഓപ്പറേഷൻ വിജയ്. ക്വസ്റ്റ്യൻ 11. കേരളത്തിലെ മൺസൂൺ മഴയെക്കുറിച്ചുള്ള താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ഇന്ത്യയിലെ മൺസൂണിൻ്റെ കവാടം എന്നാണ് കേരളത്തിൻ്റെ പേര്. 2. പാലക്കാട് വിടവ് മഴയുടെ സ്പേഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. 3. തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലമാണ്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രം. ക്വസ്റ്റ്യൻ 12. കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. ഇതിൽ വടക്ക് നിന്ന് തെക്ക് വരെയുള്ള അവയുടെ സ്ഥാനത്തിൻ്റെ ശരിയായ ക്രമം ഏത് രീതിയിലാണെന്നാണ് പറയേണ്ടത്. അതിങ്ങനെയാണ് വരുന്നത്: താമരശ്ശേരി ചുരം, കമ്പം ചുരം, അച്ചൻകോവിൽ ചുരം, ആറമ്പാടി ചുരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ 13. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. ക്വസ്റ്റ്യൻ 14. ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ് മണ്ണ്. ക്വസ്റ്റ്യൻ 15. താഴെ പറയുന്നവയിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ആഫ്രിക്കൻ സവന്ന. ക്വസ്റ്റ്യൻ 16. 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, PM ഗതിശക്തി. ക്വസ്റ്റ്യൻ 17. 11ാം പദ്ധതി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ശരാശരി 7.9%. ക്വസ്റ്റ്യൻ 18. താഴെ പറയുന്നവയിൽ ഏതാണ് RBIയെ സംബന്ധിച്ച് ശരിയായത്? പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വളർച്ചയുടെ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് വില സ്ഥിരത നിലനിർത്തുന്നു. 2. സിസ്റ്റത്തിൽ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുക, നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് മികച്ച ബാങ്കിംഗ് സേവനങ്ങൾ നൽകുക. 3. വിദേശ വ്യാപാരവും പേയ്മെൻറ്റും സുഗമമാക്കുന്നതിനും ഇന്ത്യയിലെ വിദേശ വിനിമയ വിപണിയുടെ ചിട്ടയായ വികസനവും പരിപാലനവും പ്രോത്സാഹിപ്പിക്കുന്നതിനും. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയല്ല, ഈ പറഞ്ഞ 3ഉം ശരിയാണ്. ക്വസ്റ്റ്യൻ 19.
നീതി ആയോഗിൻ്റെ കീഴിൽ രൂപീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലെ അന്തർ മന്ത്രാലയ ഏകോപന സമിതിയിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെ മന്ത്രാലയങ്ങളും വകുപ്പുകളും കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നു? ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വനിതാ ശിശു വികസന മന്ത്രാലയവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും. ക്വസ്റ്റ്യൻ 20. 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ ഏത് ഗവേഷണത്തിനാണ് ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി. ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിന്. ക്വസ്റ്റ്യൻ 21. വെബറിൻ്റെ ഐഡിയൽ തരം ബ്യൂറോക്രസിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി ആണ്. തൊഴിൽ വിഭജനം, ശ്രേണിയുടെ നന്നായി നിർവചിച്ചിരിക്കുന്ന അധികാരം, വ്യക്തിത്വമില്ലാത്ത സ്വഭാവം. ക്വസ്റ്റ്യൻ 22. സെഡോ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഓപ്ഷൻ ബി, സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ 23. വിവരാവകാശ നിയമം RTI നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ഡി, 2005. ക്വസ്റ്റ്യൻ 24. മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, VR കൃഷ്ണ അയ്യർ. ക്വസ്റ്റ്യൻ 25. ഋഷി സുനക്കിന് മുമ്പ് ആരായിരുന്നു UK പ്രധാനമന്ത്രി? ഉത്തരം ഓപ്ഷൻ എ, ലിസ്ട്രസ്. ക്വസ്റ്റ്യൻ 26. 1946 ഭരണഘടനാ അസംബ്ലിയുടെ ആകെ അംഗസംഖ്യ എത്രയായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, 389. ക്വസ്റ്റ്യൻ 27. മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശ തത്വങ്ങളുടെയും കേസുകളുടെ ശരിയായ കാലക്രമം ഏതാണ്? ഉത്തരം വരുന്നത് ചെമ്പകം ദൊരൈരാജ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം, പിന്നെ മിനർവേ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് ഇന്ത്യ ഗവൺമെൻറ്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ 28. കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളതും ഭൂമിയുടെ വരുമാനം, നികുതി സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുമായ സംവിധാനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി, റയത്ത് വാരി സമ്പ്രദായം. ക്വസ്റ്റ്യൻ 29. പഞ്ചായത്ത് രാജിനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അതിലേതാണ് തെറ്റെന്ന് അടയാളപ്പെടുത്തുക. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ 12ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ക്വസ്റ്റ്യൻ 30. ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നത് യൂണിയൻ്റെ കടമയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 355. ക്വസ്റ്റ്യൻ 31. പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, തപ്പും ചെണ്ടയും. ക്വസ്റ്റ്യൻ 32. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ചീരാമ കവി. ക്വസ്റ്റ്യൻ 33. 2022 വിൻ്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ചൈന. ക്വസ്റ്റ്യൻ 34. ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ ലോകകപ്പ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, യാച്ച് റേസിംഗ്. ക്വസ്റ്റ്യൻ 35. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കബഡി. ക്വസ്റ്റ്യൻ 36. ചെട്ടികുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, ആലപ്പുഴ. ക്വസ്റ്റ്യൻ 37. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഭാർഗവൻ പിള്ള. ക്വസ്റ്റ്യൻ 38. PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ലോസ് ഏഞ്ചൽസ്. ക്വസ്റ്റ്യൻ 39. ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബൽ ലൈഫിനെ പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, BCCI. ക്വസ്റ്റ്യൻ 40. ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുത്തു? ഉത്തരം ഓപ്ഷൻ എ, ഭോപ്പാൽ. ക്വസ്റ്റ്യൻ 41. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് തെറ്റ്? ഉത്തരം ഓപ്ഷൻ എ മാത്രം. സ്വിച്ച് ഫിസിക്കൽ ലെയർ പ്രവർത്തിക്കുമ്പോൾ ഹബ് ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ക്വസ്റ്റ്യൻ 42. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഓപ്ഷൻ ബി, 1ഉം 2ഉം. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്, പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ക്വസ്റ്റ്യൻ 43. താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, സ്പൂളിംഗ്. ക്വസ്റ്റ്യൻ 44. റാൻസം വെയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ 45. ഉബുണ്ടു 20.04 LTS- എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി, ഫോക്കൽ ഫോസ. ക്വസ്റ്റ്യൻ 46. ISRO വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി,
CMS-01 ഒരു ആശയവിനിമയ ഉപഗ്രഹമാണ്. മിഷൻ EOS-03 വിജയിച്ചില്ല. ഇത് രണ്ടുമാണ് ശരിയായത്. ക്വസ്റ്റ്യൻ 47. DRDOയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇൻസാസ് ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് DRDO ആണ്. ഇതാണ് ശരിയായ ഉത്തരം. ക്വസ്റ്റ്യൻ 48. താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് വൈൽഡ് ടെസ്റ്റ് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ കഴിയുന്നത്? ഉത്തരം ഓപ്ഷൻ സി ടൈഫോയിഡ്. ക്വസ്റ്റ്യൻ 49. ഇന്ത്യയിലെ താഴെ പറയുന്ന പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളിൽ ഏതാണ് മരങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ചിപ്കോ പ്രസ്ഥാനം. ക്വസ്റ്റ്യൻ 50. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി നാഗ്പൂർ. അടുത്തത് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ക്വസ്റ്റ്യൻ 51. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 100 ആണ്. ക്വസ്റ്റ്യൻ 52. 1/5 + 1/4 + 3/10 തുല്യമായ ദശാംശ സംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 0.175. ക്വസ്റ്റ്യൻ 53. 400ൻ്റെ 22.5% എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 90. ക്വസ്റ്റ്യൻ 54ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് 5. ക്വസ്റ്റ്യൻ 55ൻ്റെ ഉത്തരം വരുന്നത് ഉത്തരം ഓപ്ഷൻ സി 25. ക്വസ്റ്റ്യൻ 56. 2 വർഷത്തേക്കുള്ള 10,000 രൂപയുടെ ലളിതമായ പലിശ 2400 ആണെങ്കിൽ അതേ മൂലധനത്തിന് 2 വർഷത്തെ കൂട്ടുപലിശ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 2544. ക്വസ്റ്റ്യൻ 57. 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയമുള്ള ഒരു ഗോളത്തിൻ്റെ ആരം സെൻറ്റിമീറ്ററിൽ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് 3. 58ാമത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 59. ഒരു ഗ്രൂപ്പിലെ 10 വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് 25 ആണ്. ഈ ഗ്രൂപ്പിൽ ഒരു വിദ്യാർത്ഥി കൂടി ചേർന്നാൽ ശരാശരി 24ആയി മാറുന്നു. പുതിയ വിദ്യാർത്ഥിയുടെ മാർക്ക് എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 14. ക്വസ്റ്റ്യൻ 60. ഒരു മനുഷ്യൻ 600 മീറ്റർ ദൂരം തെരുവിലൂടെ 5 മിനിറ്റിനുള്ളിൽ നടക്കുന്നു. km/മണിക്കൂറിൽ അവൻ്റെ വേഗത കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 7.2. ക്വസ്റ്റ്യൻ 61. 3, 6, 11, 18, 27 ഇതിൽ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് 38. ക്വസ്റ്റ്യൻ 62. 2 + 3 = 8, 4 + 5 = 24, 1 + 8 = 9 ആണെങ്കിൽ 3 + 6 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 21. ക്വസ്റ്റ്യൻ 63. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഇതിൽ ഒറ്റപ്പെട്ടത് ഓപ്ഷൻ ഡി ആണ് 27. ക്വസ്റ്റ്യൻ 64. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ 65. എ ബിയുടെ സഹോദരിയാണ്, ബിയുടെ പിതാവാണ് സി, സിയുടെ അമ്മയാണ് ഡി എങ്കിൽ എങ്ങനെയാണ് എ ഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി കൊച്ചുമകൾ. ക്വസ്റ്റ്യൻ 66. അഖിൽ കിഴക്കോട്ട് 25 കിലോമീറ്റർ നടന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് 8 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നു. പിന്നീട് വലതുവശത്തേക്ക് തിരിഞ്ഞ് 10 കിലോമീറ്റർ കൂടി സഞ്ചരിക്കുന്നു. വീണ്ടും അവൻ ഇടതുവശത്തേക്ക് തിരിഞ്ഞ് 6 കിലോമീറ്റർ നടക്കുന്നു. അതിനുശേഷം അവൻ വലത്തോട്ട് തിരിഞ്ഞ് 15 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. എങ്കിൽ അവൻ തൻ്റെ പ്രാരംഭ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്, ഏത് ദിശയിലാണ്? ഉത്തരം ഓപ്ഷൻ സി 14 കിലോമീറ്റർ തെക്ക്. ക്വസ്റ്റ്യൻ 67. 12:10 മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി 55 ഡിഗ്രി. ക്വസ്റ്റ്യൻ 68. 1994 നവംബർ 3 വ്യാഴാഴ്ചയാണ്. 1995 മാർച്ച് 20 ഏത് ദിവസമായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി തിങ്കളാഴ്ച. ക്വസ്റ്റ്യൻ 69. മെഷീൻ എന്ന വാക്കിൻ്റെ മിറർ ഇമേജ് കണ്ടെത്തുക. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ 70. കണ്ണാടിയിൽ നോക്കുമ്പോൾ ക്ലോക്ക് സമയം 12:15 കാണിക്കുന്നു. അപ്പോൾ ശരിയായ സമയം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 11:45. അടുത്തത് ഇംഗ്ലീഷിലെയാണ്. ക്വസ്റ്റ്യൻ 71. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. I am ready to concede that the decision was a wrong one. ഉത്തരം ഓപ്ഷൻ ബി agree. ക്വസ്റ്റ്യൻ 72. Fill in the blanks with the correct options. He saw dash essay of the police sitting under dash eucalyptus tree. ഉത്തരം ഓപ്ഷൻ ഡി an egg. ക്വസ്റ്റ്യൻ 73. Identify the correct sentence. ഉത്തരം ഓപ്ഷൻ എ ആണ് I read the book yesterday. ക്വസ്റ്റ്യൻ 74. Let us go to the beach. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ഷാൽ വി. ക്വസ്റ്റ്യൻ 75. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദ കമാൻഡർ ഇൻ ചീഫ്. ഉത്തരം ഓപ്ഷൻ എ ആണ് കമാൻഡേഴ്സ് ഇൻ ചീഫ്.
ക്വസ്റ്റ്യൻ 76. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഐ കുഡ് ഹാവ് സീൻ ദ കുത്തബ് മീനാർ. ക്വസ്റ്റ്യൻ 77. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. എ ന്യൂ മൊബൈൽ ടവർ ഡാഷ് നെക്സ്റ്റ് മന്ത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഈസ് ബീങ് ഇൻസ്റ്റാൾഡ്. ക്വസ്റ്റ്യൻ 78. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ഐ ഡാഷ് യു ടു എ ഡുവൽ. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഡെയർ. ക്വസ്റ്റ്യൻ 79. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ. ഐ വിൽ സീ യു ഡാഷ് 9 o'clock. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അറ്റ്. ക്വസ്റ്റ്യൻ 80. ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ദ മദർ ടോൾഡ് അലൻ നോട്ട് ടു ഗോ നിയർ ദ ബീച്ച്. ക്വസ്റ്റ്യൻ 81. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. സൺഫ്ലവർ ഈസ് ഡാഷ് ദാൻ ജാസ്മിൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്. മോർ ബ്യൂട്ടിഫുൾ. ക്വസ്റ്റ്യൻ 82. ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ഓഫ് ദ സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രമാറ്റിക്കൽ എറർ. ഇഫ് ദർ ഇസ് നോ എറർ, മാർക്ക് നോ എറർ. Tom studied hardly throughout the night. He could not pass the exam. No error. ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ 83. Fill in the blanks with the correct option. Make sure that all arrangements are perfect prior dash the inaugural function. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2. ക്വസ്റ്റ്യൻ 84. Select the most appropriate option to improve the underlined segment grammatically. Either Anil or his friends has completed the painting. ഉത്തരം ഓപ്ഷൻ എ ആണ്. have completed. ക്വസ്റ്റ്യൻ 85. Select the most appropriate meaning for the given idiom. At 6s and 7s. ഉത്തരം ഓപ്ഷൻ ബി. confused or difficult. ക്വസ്റ്റ്യൻ 86. Select the alternative which is the best substitute for the given phrase. A person appointed to settle a dispute. ഉത്തരം ഓപ്ഷൻ ഡി. arbiter. ക്വസ്റ്റ്യൻ 87. What is the full form of OTT? ഉത്തരം ഓപ്ഷൻ സി. over the top. ക്വസ്റ്റ്യൻ 88. Choose the correct options to fill the blank. Lakshmi is a dash of our college. ഉത്തരം ഓപ്ഷൻ ബി. alumina. ക്വസ്റ്റ്യൻ 89. Complete the sentence with the correct option. Dash the teacher, the students stopped talking. ഉത്തരം ഓപ്ഷൻ ഡി. സി. ക്വസ്റ്റ്യൻ 90. Choose the correct plural form of the word stimulus. ഉത്തരം ഓപ്ഷൻ സി. സ്റ്റിമുലി. അടുത്ത മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ 91. മണൽ പ്ലസ് അരണ്യം ചേർത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി. മണലരണ്യം. ക്വസ്റ്റ്യൻ 92. കിഴക്കോട്ട്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങൾക്ക് ആവർത്തന ശബ്ദം ഏത്? ഉത്തരം ഓപ്ഷൻ സി. ഏക്ക്. ക്വസ്റ്റ്യൻ 93. വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി. അലംഘനീയമായ അഭിപ്രായം. ക്വസ്റ്റ്യൻ 94. താഴെ പറയുന്നവയിൽ ഓളത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. ആളം. ക്വസ്റ്റ്യൻ 95. ശരിയായ പദം തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ എ. അസ്തമയം. ക്വസ്റ്റ്യൻ 96. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി. വൈരുദ്ധ്യമാണ്. ക്വസ്റ്റ്യൻ 97. മരങ്ങൾ പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. മരം പ്ലസ് കൾ. ക്വസ്റ്റ്യൻ 98. വട്ടം പ്ലസ് പലക. ഉത്തരം ഓപ്ഷൻ എ. വട്ടപ്പലക. ക്വസ്റ്റ്യൻ 99. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം. ഉത്തരം ഓപ്ഷൻ ബി. കൾ. ക്വസ്റ്റ്യൻ 100. ശരിയായ വാക്യം കണ്ടെത്തുക. ഇതിൽ ശരിയായത് ഓപ്ഷൻ എ ആണ്. വരനും വധുവും തമ്മിൽ മാലയിട്ടു. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ വർഷം നടന്നൊരു ഡിഗ്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.